പ്രഭാകര, താൻ ഇത് എവിടെയാടോ? എത്ര നേരമായി തന്നെ വിളിക്കുന്നു. ആ കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞ ആൾ എവിടെയാടോ? തനിക്കറിയില്ലേ ഈ വിജിലൻസുകാർ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുക? അതുകൊണ്ടല്ലേ ഞാൻ ഓഫീസിൽ വെച്ച് വേണ്ടാന്ന് പറഞ്ഞത്. ആ പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ കൈക്കൂലി കാശ് എന്നൊന്നും ഞാൻ പറയില്ല. തനിക്കറിയാലോ, ഇപ്പോ ഈ ട്രേസ് ചെയ്യണ കാല വല്ലാത്ത കാല. ആ സന്തോഷമായിട്ട് തരുന്ന ഈ കാശിനെ സന്തോഷം അത്രേ ഞാൻ പറയുള്ളൂ. ആ ഏത് ആയിക്കോട്ടടോ, അയാൾ ദരിദ്രനോ കർഷകനോ ആയിക്കോട്ടെ. പക്ഷേ കിട്ടാനുള്ള 3000 നമ്മൾ പറഞ്ഞുറപ്പിച്ചത് അത് കിട്ടിയേ പറ്റൂ. ചാക്കോ വെറുതെ അല്ല കൃഷി വകുപ്പിലെ സൂപ്രണ്ടായിരിക്കുന്നത്. പിന്നെ അയാളോട് പറയട്ടാ, ആ മാളില്, ആ അതെ ആ KB മാളില് ഫസ്റ്റ് ഫ്ലോറിൽ ആ റൈറ്റ് ഹെൻഡിലുള്ള ഒരു ചുരിദാർ കടയുണ്ട്. തനിക്കറിയോ ആ എൽസ ചുരിദാർ? അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കോറിഡോർ കാണാം. അവിടെ നിന്ന് 3ാമത്തെ മുറി, ഓഫീസ് നമ്പർ 3. ഞാൻ അതിനകത്തുണ്ടോ. താൻ അയാളോടൊന്ന് വേഗം വരാൻ പറ. ആ പിന്നെ സത്യത്തിൽ ഞാനിത് കോറിഡോറിൻ്റെ താഴെ ചെയ്യാമെന്ന് വെച്ച കേസാ. പക്ഷേ ഈ പരിചയക്കാരാരെങ്കിലും ഒക്കെ വന്നിട്ട് അതെന്താ ഇതെന്താ സാറെന്താ ഇവിടെ, എന്തിനാടോ ഒരു തലവേദന? ആ ശരി, അപ്പം പറഞ്ഞ പോലെ ചിലപ്പോൾ അയാൾ വല്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടാവും. അയാളോട് വേഗം വരാൻ പറ. ഞാനിവിടെ റൂമിലുണ്ട്. ഓക്കെ. ഹാവൂ ദൈവമേ, ആരും കാണല്ലേ. എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴണ കേസാ. എൻ്റെ അമ്മേ, ഈ നിൽക്കുന്നത് ആ റഡാർ പവിത്രനല്ലേ? അയ്യോ, 10 വർഷം മുമ്പ് കണ്ട അതേപോലെ തന്നെ ഒരു മാറ്റമില്ലല്ലേ ഈ കുരിശിന്. എന്നെ കണ്ടില്ലെന്നാ തോന്നണേ. രക്ഷപ്പെടാൻ എന്താ വഴി എൻ്റെ ദൈവമേ. ചാക്കോ, തനിക്ക് എന്നെ മനസ്സിലായില്ലടോ? അല്ല, ഇത് റഡാർ പവിത്രനല്ലേ? എത്ര വർഷമായിടോ കണ്ടിട്ട്. താനെന്തായത് മറപ്പരയെ കെട്ടി കുളിക്കാനുള്ള സെറ്റപ്പില? ഏയ്, അത് ഞാനേ വെയിലടിക്കണ്ടെന്ന് വെച്ചിട്ട് വെച്ചതാ. താനെന്താടോ ഇന്ത്യൻ എക്സ്പ്രസും ടൈംസ് ഓഫ് ഇന്ത്യക്ക് വിട്ടിട്ട് ഗൾഫിലെ പത്രമൊക്കെ വായിച്ചു തുടങ്ങിയോ? ആ, എൻ്റെ മകൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നു. അവൻ വന്നപ്പോൾ അച്ചാർ കുപ്പി പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറിൻ്റെ ബാക്കിയാ. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് എടുത്തു നോക്കിയതാ. നമുക്ക് പ്രവാസികളുടെ വിശേഷമൊക്കെ ഒന്ന് അറിയാലോ. ശരി, സാധാരണ എല്ലാരും ഗൾഫിലോട്ടല്ലേടോ അച്ചാർ കൊണ്ടുപോകുന്നേ? തന്റെ പോകാൻ ഗൾഫിൽ നിന്നാണോ അച്ചാർ കൊണ്ടുപോകുന്നേ? ആ കാര്യമൊന്നും പറയണ്ട. അവൻ പോയപ്പോൾ ഞങ്ങൾ ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ പൊതിഞ്ഞു കൊടുത്തു വിട്ടതാ. അവനൊരു സുഖിമാനാന്നേ. തെറ്റിത്തിരിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നക്കിയിട്ട് ബാക്കിയുള്ള അച്ചാർ കൂടി കൊണ്ടുവന്നതായി പേപ്പർ. അവന് കഷ്ടപ്പെടാൻ കഴിയില്ലടോ, തികഞ്ഞ പരാജയ. ചാക്കോ, തനിക്കൊരു മോളില്ലേ? അവളെന്ത് ചെയ്യുന്നു? ഓ, അവളൊരു ഓട്ടോക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയിടോ. ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയും തമ്മിലുള്ള സ്ഥിരമായ വഴക്ക് കണ്ട് കണ്ട് മടുത്ത് അവൾ അവളുടെ വഴിക്ക് അങ്ങോട്ട് പോയി. പോട്ടറോ, നമുക്ക് അത്രയും ലാഭം. ഇതൊക്കെ തന്റെ വികലമായ പാരന്റിങ്ങിന്റെ കുഴപ്പമാണോ? തനിക്കൊന്നും കൈക്കൂലി വാങ്ങാനുള്ള തിടുക്കമല്ലായിരുന്നു? മറ്റൊന്നും നോക്കാനും ശ്രദ്ധിക്കാനും സമയമില്ല. കൂട്ടത്തിൽ മുടിഞ്ഞ വെള്ളമടി. പണ്ടേ കളക്ടറേറ്റിന്റെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചതും ചൊറിയമ്പുഴു കടിച്ചതൊക്കെ തനിക്കെപ്പോഴും ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു അഭ്യാസങ്ങള്? താൻ അതൊന്നും ഇതുവരെ മറന്നിട്ടില്ലേ? അഭ്യാസങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു കുറവില്ലടോ. എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമുണ്ടാവുമെങ്കിൽ കൂടെ നിന്നാ മതി. എൻ്റെ ലൈഫ് പോളിസിലൊന്നും ഞാൻ ചേഞ്ച് വരുത്തില്ല. ഞാൻ ഇപ്പോഴും ഒരു ഫ്രീ ബേർഡ് തന്നെയാണോ. അല്ല പവിത്ര, തൻ്റെ ചുറ്റുവട്ടത്തുള്ള
റഡാർ പണിയൊക്കെ ഇപ്പോൾ നിർത്തിയോ? പണ്ട് നമ്മൾ തൃശ്ശൂർ കളക്ടറേറ്റിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിലെ പല കാര്യങ്ങളും എന്നേക്കാൾ കൂടുതൽ നിശ്ചയം തനിക്കായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാ? എടോ ഇപ്പൊ റഡാറൊക്കെ നിർത്തിയടോ, സാറ്റലൈറ്റാ, റേഞ്ച് കൂടുതലല്ലേ. ഇപ്പൊ ഞാൻ ആലപ്പുഴയിലെ ഓഫീസിൽ. അതൊക്കെ ഇരിക്കട്ടെ, തന്റെ മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? മൂത്തവൾ IT എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലി ഓഫർ കിട്ടി അങ്ങനെ നിൽക്കുക. കല്യാണം കഴിപ്പിക്കാറായി. ഇളയവളില്ലേ രണ്ടാമത്തവൾ, MBBSന്റെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയടോ, ഫസ്റ്റ് ഇയറാ. മൂത്തോളുടെ ബർത്ത്ഡേ ആയിടോ ഇന്ന്. സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടേ ഒരു ചുരിദാർ കൊടുക്കാന്ന് വിചാരിച്ചു. ഈ കോർണറിൽ ഒരു എലിസ എന്ന് പറഞ്ഞ കടയില്ലേ, അവിടെ ചെന്നപ്പോഴേ 3 മണിക്ക് ശേഷം തുറക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമല്ലോ. അപ്പോഴാണ് ഈ റൂം ശ്രദ്ധയിൽപ്പെട്ടത്. അല്ലെങ്കിൽ ഈ ഓരോ മാരണകൾ കറക്റ്റ് സമയങ്ങളിൽ കയറി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായി. അല്ല ചാക്കോ, താനെന്താ ഇവിടെ? തനിക്കറിയാലോ, ഓഫീസ് വലിയ കാര്യമായി പണിയുന്നില്ല. വെറുതെ അങ്ങനെ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഞാനൊന്ന് കറങ്ങും. പിന്നെ 6 മണിക്ക് മുമ്പ് കുടുംബത്തിൽ കയറി ചെന്ന പെണ്ണിൻ്റെ വക ഒരു എൻക്വയറിയാ. അതെന്താ ഓഫീസില്ലേ, ജോലിയില്ലേ, എന്തിനാടോ നമ്മളിതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കണോ? എടോ റെഡാറേ, താനിപ്പോൾ ഈ ചുരിദാറും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ മോള് പറയും സ്വീറ്റ് പപ്പ താങ്ക്സ് എന്ന്. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് താൻ അവളെ വിളിക്കുമ്പോൾ അവൾ പറയും പപ്പ ഞാൻ ഭയങ്കര ബിസിയാ പപ്പ, പിന്നെ വിളിക്ക്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് താൻ അവളെ വിളിക്കുമ്പോൾ മോള് പറയുന്നൊരു ഡയലോഗുണ്ട്, പപ്പയ്ക്ക് അറിയില്ലേ എൻ്റെ മക്കളുടെ പരീക്ഷയാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ മക്കളെന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന കുരങ്ങന്മാരായി നിങ്ങൾ ഗ്രാൻഡ് പാ മാറും. അതുകൊണ്ട് എന്നെ പോലെ ന്യൂ ജനറേഷൻ അടിച്ചുപൊളി സെറ്റപ്പിലേക്ക് മാറിക്കിടോ, അതാ തനിക്ക് നല്ലത്. തന്നെ തിരുത്താൻ പറ്റൂലടോ. എടോ പവി, ഇപ്പോഴത്തെ പിള്ളേരെ ഫുൾ ടൈം മൊബൈലാടോ. ഈ കിണറ്റിൽ പുലി വീണെടുക്കുമ്പോൾ നാട്ടുകാരെത്തി നോക്കുന്നൊരു ആകാംക്ഷ ഉണ്ടല്ലോ, അതുപോലെ. ചേട്ടാ, ഈ റെയിൽവേ സ്റ്റേഷൻ ഈ മാളിൽ നിന്ന് കുറേ ദൂരമുണ്ടോ? ഇവിടെ തൊട്ടടുത്താണോ മോനെ, അത്ര വലിയ ദൂരമൊന്നുമില്ല. നിനക്ക് ഏത് ട്രെയിന് പോവാനാ? എൻ്റെ ഫ്രണ്ട് സ്റ്റേഷനിൽ വരുന്നുണ്ടേ, അപ്പോൾ ഞങ്ങൾക്ക് 2 പേർ കൂടി ഒരുമിച്ച് കേരളത്തിന് പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറണം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി ഈ മാളിലേക്ക് കയറിയതാണ്. അപ്പോൾ 1-2 സാധനങ്ങളുടെ ലിസ്റ്റ് കൂടി വാട്സപ്പിൽ വരാനുണ്ടേ. അപ്പോൾ അത് നോക്കി നടന്നപ്പോഴേക്കും ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി റൂമിലേക്ക് കയറിയതാണ്. എടോ പവി, തനിക്ക് എന്തോ പന്തികേട് മണക്കുന്നില്ലേ? അവൻ്റെ ഫ്രണ്ട് ആൺകുട്ടിയാണെങ്കിൽ എന്തോ തട്ടിപ്പ് നടത്തി കേരളം വിടാനുള്ള പരിപാടിയാണ്. കേട്ടില്ലേ? അവൻ്റെ ലിസ്റ്റിൽ ഒരു ട്രെയിനിൻ്റെ പേരുമില്ല. ഇനി അഥവാ പെൺകുട്ടിയാണെങ്കിൽ അത് ഒളിച്ചോട്ട് ഉറപ്പാ. എടാ മോനെ, നിന്റെ ഫ്രണ്ട് ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ? പെൺകുട്ടിയാ ചേട്ടാ. കേട്ടാ, ഇപ്പൊ എന്തായി? ഒളിച്ചോട്ടം തന്നെ ഉറപ്പാടാ. എന്റെ ചാക്കോ, താനൊന്ന് വെറുതെ ഇരി. ആ പയ്യന്റെ കാര്യത്തിൽ ഇടപെടാനേ നമുക്കെന്ത് കാര്യം? അവര് വല്ല പ്രൊജക്ട് വർക്കുമായിട്ട് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. എടോ പവി, താനിത് ഏത് ലോകത്താ? ഒളിച്ചോട്ടവും ലിവിങ് ടുഗദറും ഇപ്പൊ ഒരു ട്രെൻഡാടോ. ചേട്ടന്മാരെ, നിങ്ങൾ തമ്മിൽ പരസ്പരം തർക്കിക്കൊന്നും വേണ്ട. പക്ക ഒളിച്ചോട്ടമാണ്. പെണ്ണിൻ്റെ പേര് അഞ്ജലി എന്നാ. ഞങ്ങളുടെ ബന്ധത്തിന് 2 വീട്ടുകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവളുടെ ആങ്ങളമാർ അന്വേഷിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇന്ന് തന്നെ കേരളം വിടണം. കൊടുകൈ കലക്കിട മോനെ, ഈ ആൺകുട്ടി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളൂ. ഈ കേസ് മടുക്കുമ്പോൾ ഇതങ്ങോട്ട് വിട്ടേക്കണം, അടുത്തതിനെ പിടിക്കണം. നിനക്ക് വല്ല ഐഡിയകൾ വേണമെങ്കിൽ എന്നോട് ചോദിക്കണ, ഞാൻ പറഞ്ഞു തരാം. ഇരിക്കടാ മോനെ. നിന്റെ പ്രായത്തിലേ ഞാൻ ഒരുപാട് പറന്ന് നടന്നവനാ. എനിക്കൊരു കാര്യത്തിൽ സന്തോഷമായി.
എൻ്റെ അതേ റേഞ്ചിൽ ചിന്തിക്കുന്ന ഒരാളെ കാണാൻ പറ്റിയില്ലോ. കീപ്പ് ഇറ്റ് അപ്പ്. എന്തായാലും ചേട്ടൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കേസ് കെട്ട് മാറ്റി പിടിക്കാൻ ഞാൻ ശ്രമിക്കാം. നടക്കുമെന്നറിയില്ല, നോക്കട്ടെ. എടാ മോനെ, ഇയാൾ ഈ പറയുന്നത് കേട്ടിട്ട് മോൻ കിടന്ന് ചാടല്ലേ. വീട്ടുകാരറിയാതെയുള്ള ഈ ചാട്ടം തന്നെ തീരെ ശരിയല്ല. എന്തായാലും ഈ ഒളിച്ചോട്ടത്തിന്റെ വക്കിലെത്തിയ സ്ഥിതിക്ക് മോന്റെ കൂടെ ഇറങ്ങി വരുന്ന ആ പെണ്ണിനെ മോൻ ദ്രോഹിക്കരുത്. എടോ പവി, ഇനി അത് തൻ്റെ മോളോ മറ്റോ വല്ല ആണോടോ? സാധാരണ റഡാറുകൾ കാലിനടിയിലെ മണ്ണൊലിച്ചു പോണത് അറിയാറില്ല. കാരണം നിങ്ങളുടെ കണ്ണെപ്പോഴും ചുറ്റുവട്ടത്തല്ലേ. ഒന്ന് പോടോ കശ്മല. ഏ അതിന് എൻ്റെ മോളുടെ പേര് അഞ്ജലി എന്നല്ലല്ലോ. ബെസ്റ്റ്. എടോ, അഞ്ജലി എന്നുള്ളൊരു പേര് അവള് പറഞ്ഞുള്ള അറിവല്ലേ ഇവനുള്ളൂ, ഇവൻ പറഞ്ഞുള്ള അറിവല്ലേ നമുക്കുള്ളൂ. ചേട്ടന്മാരെ അത് വിട്. ഏതായാലും ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് വീട്ടുകാരറിഞ്ഞുകൊണ്ട് എൻ്റെ കല്യാണം നടക്കുമെന്ന് ഒരുറപ്പുമില്ല. എന്തായാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു കല്യാണക്കുറി അടിച്ചിട്ടുണ്ട്. ഓരോ കുസൃതിക്ക് വേണ്ടി ചെയ്തതാ. നിങ്ങളിതൊന്ന് കാണുക. ഒളിച്ചോട്ടത്തിന് കല്യാണക്കുറി അടിച്ചിട്ടുള്ള സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. നീ അതിക്ക് തന്നേ, ഞാനൊന്ന് വായിക്കട്ടെ. ഇതെന്താ നിന്റെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥലത്ത് LAT പിന്നൊരു റോ കാലിയാക്കിയിട്ടിരിക്കുന്നത്? വല്ല പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ? എൻ്റെ അമ്മയുടെയും മുൻപിൽ അച്ഛൻ എന്ന കോൺസെപ്റ്റ് ഇല്ല. മനസ്സിൽ പണ്ടേ മരിച്ചു കഴിഞ്ഞതാ. രാജേഷ് വിത്ത് അഞ്ജലി വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം മിസ്റ്റർ ചാക്കോ ആൻഡ് ഫാമിലി, സൂപ്രണ്ടന്റ് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഈ ആരാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ എൻ്റെ പേര് ഇതിനകത്ത്? ഇപ്പോൾ പഴയൊരു ബന്ധം മണത്ത് തുടങ്ങിയല്ലേ? അതിലെഴുതിയിരിക്കുന്ന എൻ്റെ അമ്മയുടെ പേര് ശ്രദ്ധിച്ചോ? ചിത്ര. നിങ്ങൾ മറക്കാനിടയില്ല. അവരിൽ നിങ്ങൾക്കുണ്ടായ മകനാ ഞാൻ. കേട്ടിട്ട് പണ്ടത്തെ മലയാള സിനിമയിലെ പഴയൊരു ക്ലീഷേ ക്ലൈമാക്സ് പോലെ തോന്നുന്നുണ്ടല്ലേ? കൊടുകൈ, നീയാ മോനെ ആൺകുട്ടി. കാര്യങ്ങൾ വിശദമായിട്ട് പറ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചേട്ടാ. പണ്ടൊരു ഓണം കേറാമൂലയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ LD ക്ലർക്കായിരുന്നു എൻ്റെ അമ്മ. ഇങ്ങേരവിടെ UD ക്ലർക്കും. രണ്ടുപേരും തമ്മിൽ യോജിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ഫയലാ ഞാൻ. പക്ഷേ ഈ മാന്യൻ നൈസായിട്ട് ആ ഫയലൊന്ന് പൂഴ്ത്താൻ നോക്കി. പക്ഷെ എൻ്റെ അമ്മ സമ്മതിച്ചില്ല. സ്റ്റാറ്റസും കുടുംബമഹിമയും ഒക്കെ നോക്കി ഇങ്ങേര് വേറെ കെട്ടി. പക്ഷേ പുറകെ പോവാനോ ശല്യപ്പെടുത്താനോ ഒന്നും എൻ്റെ അമ്മ ശ്രമിച്ചില്ല. ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിലേറ്റ അപമാനവും നാണക്കേടും ഒക്കെ മാറ്റിവെച്ച് എൻ്റെ അമ്മ എന്നെ വളർത്തി. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ കഥ അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല മാന്യമായ ശമ്പളം പറ്റുന്നൊരു എഞ്ചിനീയറാണ് ഞാൻ. പിന്നെ അഞ്ജലി എനിക്ക് വേണ്ടി എൻ്റെ അമ്മയും അമ്മാവന്മാരും കൂടെ ആലോചിച്ചുറപ്പിച്ച പെണ്ണാവള്. പക്ക അറേഞ്ച്ഡ് മാരേജ്. എൻ്റെ അമ്മ പറഞ്ഞ് ഈ ഉടായിപ്പപ്പിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് മുമ്പെങ്കിലും ഇങ്ങനെ കണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അന്നേ തീരുമാനിച്ചതാ ഞാൻ. ഒരാഴ്ചയെ ഞാൻ ഇങ്ങേരുടെ പുറകെ നടക്കുന്നു. ഇന്നാ എനിക്ക് അവസരം ഒന്ന് വീണ് കിട്ടിയത്. എടോ മാന്യൻ, ഈ വർഷമെങ്കിലും തന്റെ തലയൊന്ന് പൊങ്ങോടോ. ഓക്കെ ചേട്ടാ, ഞാൻ പോട്ടെ. പിന്നെ ജീവിതത്തിൽ തെറ്റാർക്കും പറ്റാം ചേട്ടാ. പക്ഷേ ജീവിതം ഒരു തെറ്റാവരുത്. ഇനിയെങ്കിലും കൂട്ടുകാരനോട് ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ. ബെസ്റ്റ് വിഷസ് മോനെ. ഈ കേസ് കേട്ട് എനിക്ക് വിട്ടേക്ക്. ഒരിത്തിരി സമയം കൊണ്ട് ഈ റൂമിൽ എന്തൊക്കെയാ സംഭവിച്ചത്? എന്താ ഈ റൂമിന്റെ പേര്? ഓഫീസ് 3. നല്ല അടിപൊളി റൂം. ഈ റൂം
റൂം സൂപ്പറൊന്നുമല്ല. ഭൂമിശാസ്ത്രപരമായി എന്തോ കുഴപ്പം ഈ റൂമിലുണ്ട്. ആഹാ, സാറിനപ്പൊ ശബ്ദമൊക്കെ ഉണ്ടോ? കുഴപ്പം റൂമിനല്ലടോ, കുഴപ്പം തന്റെ കയ്യിലിരിപ്പിനാ. ആ പയ്യൻ പറഞ്ഞ പോലെ ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. പവി, എനിക്ക് എന്തോ ഒരു വിഷമാണോ, നെഞ്ചിനകത്ത് എന്തോ ഉരുണ്ട് കയറണ പോലെ. ഉരുണ്ട് കയറുമല്ലോ. അമ്മാതിരി ആറ്റമ്പ് പരിപാടിയല്ലേടോ താൻ ആ ചെക്കനോടും അമ്മയോടും കാണിച്ചത്. ആ ചെക്കൻ ഇവിടെ ഒരു കൊടുങ്കാറ്റ് പോലെ വന്നു പോയപ്പോ തന്റെ ഈ ഫ്രീ ബേഡ് പോളിസിയൊക്കെ എവിടെ പോയിരുന്നു? അതൊന്നും അല്ലടോ വിഷമം. ഞാനും ആ പയ്യനും മാത്രമുണ്ടാകേണ്ടുന്ന സീനില് മൂന്നാമതൊരു അലവലാതി കൂടി കയറി വന്ന് ആ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതോർത്തപ്പോഴുള്ള വിഷമം. അതാര്? താൻ തന്നെ. പിന്നെ ആര്? തന്റെ നെഞ്ചു തിരുമാമെന്ന് എന്നെ പറഞ്ഞാ മതി. താൻ ഒരിക്കലും നന്നാവില്ലടോ. ഞാൻ പോണു. എടോ പവി, ഒന്ന് നിക്കടോ. എവിടാടോ ഒരു ആരാധനാലയം? ആഹാ, കൊള്ളാലോ. ഇത്ര പെട്ടെന്ന് മനസ്സൊരുക്കിയോ? അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ KFC എവിടെയാ കിട്ടുക? അതുപോലെ ഒരു കുപ്പിയും വാങ്ങണം. ബിവറേജസ് എവിടെയാണെന്നറിയാം? KFC സെക്കൻഡ് ഫ്ലോറിലായ എൻഡിൽ കിട്ടും. പിന്നെ ബീവറേജ് മാളിന് പുറത്തേക്ക് ഇറങ്ങി സെക്കൻഡ് സിഗ്നൽ കഴിഞ്ഞ് റൈറ്റിൽ തന്നെ. അപ്പൊ ഇതൊക്കെ തനിക്കറിയാം. ഇത്രയും വർഷം ഈ സിറ്റിയിൽ ജോലി ചെയ്തിട്ട് തനിക്ക് ആരാധനാലയം എവിടെയാണെന്ന് മാത്രം അറിയത്തില്ല. KFCയും ബിവറേജും ഒക്കെ ഞാൻ വെറുതെ ചോദിച്ചാടോ. താനിപ്പോ ചാഞ്ഞു കിടക്കുന്ന ഒരു മര. ആർക്ക് വേണമെങ്കിലും ഓടിക്കരുന്ന് തബല വായിക്കാം. എന്തായാലും ഞാൻ പോണു. ജീവിതത്തിൽ തെറ്റാർക്കും പറ്റും, പക്ഷേ ജീവിതം ഒരു തെറ്റാവരുത്. സാർ, ചാക്കോ സാർ, താനാണല്ലേ ആ പ്രഭാകരൻ പറഞ്ഞ ആൾ? എന്താടോ വൈകിയത്? കുറച്ചുകൂടി ഒന്ന് നേരത്തോടെ വരാമായിരുന്നില്ലേ? എങ്കിൽ ഇവിടെ അരങ്ങേറിയ നാടകത്തിൽ ഒരു സഹനടനാകാമായിരുന്നല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ സാർ. സാർ ആവശ്യപ്പെട്ട 3000 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മകന് മരുന്ന് വാങ്ങാൻ വെച്ച പൈസയായിരുന്നു. സാരമില്ല, അവൻ്റെ മരുന്നിന് 4000 രൂപയോളം വരും. തൽക്കാലം വാങ്ങുന്നില്ല. സാർ ആ ഫയൽ ഒപ്പിട്ടാലേ എൻ്റെ അരിപ്രശ്നം തീരുകയുള്ളൂ. ആദ്യം ഇത് നടക്കട്ടെ. എന്താടോ തൻ്റെ മകൻ്റെ രോഗം? മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണ് സാർ. ഈ റൂമിന് എന്തോ കുഴപ്പമുണ്ട്. മൊത്തം ട്രാജഡി കഥകളാ. താൻ ഒരു കാര്യം ചെയ്യ്, തൻ്റെ മകൻ്റെ മരുന്ന് വാങ്ങി. ശരി, എന്നാ ഞാൻ പോട്ടെ. ഇതെന്താണ് സാർ? നിങ്ങൾ കൂട്ടുകാർ കൂടുമ്പോൾ കുപ്പി വാങ്ങാൻ ഷെയർ ഇടുന്നത് പോലെ ഞാൻ 3000, സാർ 1000വും. അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. താൻ ഞാൻ പറഞ്ഞത് ചെയ്യ്. ഓക്കെ, ഞാൻ പോട്ടെ. എൻ്റെ ഫയൽ? താനൊരു കാര്യം ചെയ്യ്, നാളെ രാവിലെ എൻ്റെ ഓഫീസിലേക്ക് വാ. ഫയൽ ഞാൻ ഒപ്പിട്ട് വയ്ക്കാം. ഓക്കെ? അല്ല, എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ചു മുമ്പേ ഇവിടെ ഒരു നാടകം നടന്നതായി സാറ് പറഞ്ഞല്ലോ. ആ നാടകത്തിൽ സാറിൻ്റെ തലക്ക് വല്ലതും പറ്റിയോ? ക്ഷമിക്കണം, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ്. ഒരു പൈസ വാങ്ങാതെ ഒരു ഫയൽ പോലും ഒപ്പിടാത്ത സാറിന് ഇതെന്താണ് ഇങ്ങനെ ഒരു മനംമാറ്റം? പരുക്ക് പറ്റിയത് നേരാടോ, അതെൻ്റെ തലയ്ക്കല്ല, മനസ്സാക്ഷിയാണ്. ഇനി അതൊന്ന് റിപ്പയർ ചെയ്യണം.